മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി. ജനപക്ഷം 2025. 605 പുരുഷ വോട്ടർമാരും 632 സ്ത്രീ വോട്ടർമാരുമടക്കം 1237 വോട്ടർമാരുള്ള 16ാം വാർഡായ മടത്തിക്കര വാർഡ് ജനറൽ വിഭാഗത്തിൽപ്പെടുന്നു. വടക്ക് കോട്ട 3 പീടിക റോട്ടിൽ മാർക്കറ്റ് റോഡ് വൺ വേ ജംഗ്ഷൻ മുതൽ കിഴക്കോട്ട് ഉരിയച്ചിറ തോട് വരെയും, കിഴക്ക് മുരിയാട് പഞ്ചായത്ത് അതിർത്തിയായ ഇരിയച്ചിറ കുളം മുതൽ മടത്തിക്കര റോഡ് വഴി എടക്കാട്ട് ടെമ്പിൾ റോഡ് വഴി വെറ്റിലമൂല വരെയും, തെക്ക് മുരിയാട് പഞ്ചായത്ത് അതിർത്തി മുതൽ വെറ്റിലമൂല വഴി ചാലാമ്പാടം തോട് വരെയും, പടിഞ്ഞാറ് ഈസ്റ്റ് ചാലാമ്പാടം റോഡ് വഴി സൗത്ത് ബസാർ റോഡ് വഴി ഇരട്ടക്കപ്പേള റോഡ് വഴി മാർക്കറ്റ് റോഡ് കോട്ട 3 പീടിക റോഡ് വരെയുമാണ് അതിർത്തി. LDF സ്ഥാനാർത്ഥിയായി ഡോക്ടർ KP ജോർജ്, UDF സ്ഥാനാർത്ഥിയായി ദാസൻ MS, NDA സ്ഥാനാർത്ഥിയായി സെബാസ്റ്റ്യൻ ചാലിശ്ശേരി എന്നിവരാണ് ജനവിധി തേടുന്നത്. നമ്മുടെ കഴിഞ്ഞ 5 വർഷമായിട്ട് ഭരിക്കുന്നത് UDF ആണ്. നല്ല നിലയിൽ ഇരിഞ്ഞാലക്കുട നഗരസഭേനെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റിൽ മേരിക്കുട്ടി ജോയി ആയിരുന്നു. നല്ല രീതിയിലുള്ള പ്രവർത്തനം കഴിച്ചിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ ശുചീകരണ പ്രവർത്തനം നമുക്ക് അവാർഡ് പോലും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. അതുപോലെ തന്നെ ബിജു ലാസർ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞങ്ങളിവിടെ എല്ലാ വാർഡിൽ തന്നെ എല്ലാവരായിട്ടും നല്ല സഹകരണം, ഇവിടെ യാതൊരു ചിന്താഗതിയില്ലാണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. റോഡുകളുടെ ആയാലും വെളിച്ചത്തിൻ്റെ ആയാലും എല്ലാ കാര്യങ്ങളും. കുടിവെള്ളത്തിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങൾ 1-2 അവിടെയുള്ള പൊട്ടലും ഇതിലൊക്കെ വന്നിട്ടുള്ളതുണ്ട്. അങ്ങനെ കംപ്ലയിൻറ്റ്സ് മാത്രമേ ചെറുതായിട്ട് വന്നിട്ടുള്ളൂ നമ്മുടെ. പിന്നെ റോഡുകളിൽ നിന്ന് കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മുടെ റോഡുകൾ ഇപ്പോൾ ഈ അമൃത പദ്ധതിയിൽ വന്നപ്പോൾ പൈപ്പിന് വേണ്ടിയിട്ട് പൊളിച്ചപ്പോൾ ആ സമയത്ത് നല്ല മഴയായിരുന്നു. ആ സമയത്ത് റോഡിലേക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ആൾക്കാരുടെ ഇടയിൽ പറഞ്ഞിരുന്ന റോഡ് മോശമാണെന്നൊക്കെ. പക്ഷേ പിന്നീട് നമ്മൾ ക്ലിയർ ചെയ്തപ്പോൾ ഇനി കുറച്ചും കൂടി പല സ്ഥലങ്ങളിലുണ്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ചെയ്യുന്നുള്ളതാണ് ചെയർപേഴ്സൺ പറഞ്ഞത്. ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പോൾ നമുക്ക് ക്ഷേമ പെൻഷനുകളൊക്കെ എല്ലാവർക്കും അർഹതപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തന്നെ ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ അവർക്കും കൂടി അതിനുള്ള ഇതുണ്ടാക്കി കൊടുക്കും. ഭരണം വിലയിരുത്താൻ നല്ല രീതിയിൽ ഭരണമായിരുന്നു. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് 3 ആൾക്കാർക്ക് വെട്ടി കൊടുത്ത എന്നൊക്കെ പ്രചരണങ്ങളുണ്ട്. പക്ഷേ അത് വളരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ ആയിട്ടാണ് ആ ഭരണം പോയത്. 1.5 വർഷം ഇപ്പോൾ ഇവർ ചെയ്തവർക്ക് തന്നെ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ട്രഞ്ചിങ് ഗ്രൗണ്ടിൻ്റെ കാര്യം, ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ ഇപ്പോൾ ശുചീകരണത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ പുതിയ മെഷീൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാത്തൻ മാസ്റ്ററുടെ ഹാള് അത് നമുക്ക് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഇപ്പോൾ ചന്തക്കുന്നിൽ വലിയ ടാങ്ക് നിർമ്മിച്ചിട്ടുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അത് നല്ലോണം സ്റ്റോറേജ് ചെയ്യാൻ പറ്റും അതിൽ. അപ്പോൾ ആൾക്കാർ കുടിവെള്ളത്തിന് ഒരു നിലയ്ക്ക് നമുക്ക് അതിൻ്റെ ഇത് കുറയ്ക്കാൻ പറ്റും. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ വാർഡിനെ സംബന്ധിച്ചോളം അങ്ങനെ ഫസ്റ്റ് പ്രയോറിറ്റിക്ക് അങ്ങനെ കാര്യങ്ങളായിട്ടൊന്നും ഇല്ല പറയാനായിട്ട്. ഈ വാർഡിൽ ഇരിഞ്ഞാലക്കുടയെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഇപ്പം നമ്മുടെ പൂതംകുളം ബൈപ്പാസ് റോഡ് അതൊക്കെ നല്ല നിലയിൽ ഞങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഞങ്ങൾ വരികയാണ്. ഞങ്ങൾ ബെസ്റ്റ് ടീമാണ്. ഇപ്പോൾ ജാക്സൺ അടക്കമുള്ള ഒരു ടീമാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് UDFൻ്റെ ഭരണം പിടിക്കുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ പട്ടണത്തെ മോശമായി തന്നെ മാറ്റാനുള്ള ഒരു രീതി ഞങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ട്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് UDF ഭരണസമിതികളാണ്. ഒരു നഗരസഭാ പ്രദേശത്തിന് ലഭിക്കേണ്ടുന്ന വികസനത്തിൻ്റെ 1/3 പോലും നേടിത്തരാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇവിടുത്തെ റോഡുകളുടെ സ്ഥിതി ഏറ്റവും ശോചനീയമാണ്. അത് മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തതാണ്. രാഷ്ട്രീയക്കാർ മാത്രമല്ല അതിനെതിരായിട്ട് സമരം നടത്തിയത്. നാട്ടുകാർ വലിയ രീതിയിൽ അതിനെതിരായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. കുടിവെള്ളം നൽകുന്ന കാര്യത്തിൽ മുനിസിപ്പാലിറ്റിക്ക് എന്ത് പ്രോഗ്രസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ മാർക്കറ്റിൽ ഒരു പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അതിൽ കേരള സർക്കാരുണ്ട്, കേന്ദ്ര സർക്കാരുണ്ട്, മുനിസിപ്പാലിറ്റിയുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്ക് വെള്ളം എത്തിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ കരുവന്നൂർ പുഴ തൊട്ടടുത്ത് കിടക്കാണ്. അവിടെ നിന്ന് നമ്മുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്കൊക്കെ പൈപ്പുകളിട്ട് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇവിടെ കണ്ണടച്ചിരിക്കുകയാണ്.
മാറുന്നു, ഒരാൾ മാറുന്നു, അടുത്ത ആൾ വരുന്നു, ഒരാൾ മാറുന്നു, അടുത്ത ആൾ വരുന്നു. അപ്പോൾ ഒരു ഭരണത്തിൽ അങ്ങനെ കൃത്യമായിട്ട് ഇരുന്ന് കാര്യങ്ങൾ പഠിച്ച് സമയമെടുത്ത് കാര്യങ്ങൾ പഠിച്ച് നിർവഹണത്തിന് ഇവർക്ക് ശേഷിയില്ലാത്തവരാണ് ചെയർപേഴ്സൺമാർക്ക്. അതല്ലേ കാണേണ്ടത്. പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇവിടുത്തെ നമ്മുടെ പശ്ചാത്തല വികസനം. ആ പശ്ചാത്തല വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ ചന്തക്കുന്നിൽ നിന്ന് ടാണാവിലേക്കുള്ള വലിയ റോഡ് വരുന്നുണ്ട്. ആ റോഡ് പൂതംകുളം വരെയുണ്ട്. ആ റോഡ് നിർമ്മാണം കൃത്യമായിട്ടുള്ള സമയത്ത് നിർവഹിക്കാനായിട്ട്, അത് പൂർത്തീകരിക്കാനായിട്ട് തടസ്സം നിന്നതാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലുള്ള 2 കെട്ടിടങ്ങൾ അവർ പൊളിച്ചു നീക്കാതെ അതിനെ വേഗിപ്പിക്കാൻ ശ്രമിച്ചു. അവർ വേഗിപ്പിക്കാൻ ശ്രമിച്ചാലും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്തു. ഇപ്പോൾ അതിൻ്റെ കാനകൾ പണിതു. റോഡിൻ്റെ വീതി എന്തായിരിക്കുമെന്ന് ജനത്തിന് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള വികസന കാര്യങ്ങൾ ഒരു ഭാഗത്തുകൂടെ. മറുഭാഗത്ത് നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ വർഗീയവാദികൾ അവർ വേര് ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കേന്ദ്രഭരണത്തിൻ്റെ ഒരു പിന്തുണയുണ്ടെന്നും പറഞ്ഞിട്ട് നാട്ടിലെ മനുഷ്യരെ മുഴുവൻ ജാതി തിരിച്ച് മതം തിരിച്ച് തമ്മിൽ തല്ലിക്കാനുള്ള പരിപാടിയാണ് നടക്കുന്നത്. UDF ആകട്ടെ കാണിക്കുന്ന ഒരു പണിയെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത വിധത്തിലുള്ളൊരു കൂട്ടുകെട്ടാണ് ഇപ്പോൾ രൂപീകരിച്ചു വന്നിരിക്കുന്നത്. ഇതൊക്കെ നാട്ടിലെ സമാധാനം ഇല്ലാതാക്കുമെന്നുള്ളതിൽ ആർക്കാ തർക്കമുള്ളത്? ഇത് മാർക്കറ്റിൻ്റെ പരിസരം കൂടിയാണല്ലോ നമ്മുടെ വാർഡ് നിൽക്കുന്നത്. അറവുശാല പൂട്ടിപ്പോയിട്ട് 13 വർഷങ്ങളായി. എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അതൊന്ന് നവീകരിക്കാനായിട്ട് കഴിഞ്ഞു? അങ്ങനെ അനവധി പ്രശ്നങ്ങളിൽ കെടുകാര്യസ്ഥതയാണ് ഈ മുനിസിപ്പാലിറ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ റോഡുകളുടെ പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. മൂന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ വികസനമാണ്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ പാർക്കുകൾ, അതുപോലെ തന്നെ അയ്യങ്കാവ് മൈതാനം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും ഈ മുനിസിപ്പാലിറ്റി കാണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു കുറ്റപത്രം തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു വികസന രേഖ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ LDF മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്.